കൃഷ്ണ ഗുരുവായൂരപ്പ സർവം കൃഷ്ണാർപ്പണമസ്തു. ഫലത്തിലല്ല, കർമ്മത്തിലാണ് ജീവിതത്തിന്റെ അർത്ഥം. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നമ്മളെല്ലാവരും ചിന്തിച്ചിട്ടുണ്ടാവും, ഇത് ഞാൻ ചെയ്യണോ? ചെയ്ത ഫലം എന്താകും? ഞാൻ ശ്രമിച്ചിട്ട് പരാജയപ്പെട്ടു പോയാലോ? ഞാൻ എടുക്കുന്ന തീരുമാനങ്ങൾ തെറ്റിപ്പോയാലോ? നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെ വരുന്ന ഈ ചോദ്യങ്ങൾ നമ്മളെ വളരെയേറെ തളർത്തും. ഇത്തരമൊരു അവസ്ഥയിലാണ് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് കുരുക്ഷേത്രത്തിന്റെ യുദ്ധഭൂമിയിൽ അർജുനൻ നിൽക്കുന്നത്. കുരുക്ഷേത്രത്തിൽ രണ്ട് വമ്പൻ സൈന്യങ്ങളെ മുഖാമുഖം കണ്ടു നിൽക്കുന്നു. ശംഖുധ്വനികൾ മുഴങ്ങുന്നു. യുദ്ധം ഏത് നിമിഷവും ആരംഭിക്കാം. അർജുനൻ തന്റെ രഥത്തിൽ നിന്നും ചുറ്റും നോക്കുന്നു. അവിടെ അവൻ കാണുന്നത് ആരെയും ശത്രുക്കളെയല്ല. ചുറ്റുപാടുമുള്ളതെല്ലാം ഗുരുക്കന്മാരും ബന്ധുക്കളും ബാല്യകാല സുഹൃത്തുക്കളും ബന്ധങ്ങളെയുമാണ്. അപ്പോൾ ലോകത്തിലെ തന്നെ ഏറ്റവും ശക്തനായ യോദ്ധാവിന് കൈകൾ വിറയ്ക്കുന്നു. വായ വരണ്ടു പോകുന്നു. വില്ല് കയ്യിൽ നിന്ന് താഴെ പോകുന്നു. അർജുനൻ കൃഷ്ണനോട് പറയുന്നു, എനിക്ക് സ്നേഹമുള്ളവരോട് ഞാൻ എങ്ങനെ യുദ്ധം ചെയ്യും? ഇവരെ കൊന്ന് ഒരു രാജ്യം നേടുന്നത് എനിക്ക് വേണ്ട. ഈ യുദ്ധത്തിൽ നിന്ന് ഞാൻ പിന്മാറാൻ ആഗ്രഹിക്കുന്നു. ഭഗവാനെ, ഇത് ഭീരുത്വമല്ല, ഇത് മനുഷ്യത്വമാണ്. പക്ഷേ ഇവിടെയുള്ളൊരു ചോദ്യം, ജീവിതത്തിൽ എല്ലാ സമയത്തും മനുഷ്യത്വം മാത്രം മതിയാകുമോ? ഭഗവാൻ കൃഷ്ണൻ എന്താണ് അർജുനന് നൽകിയ ഉപദേശം എന്ന് നോക്കാം. കൃഷ്ണൻ അർജുനനെ ശ്വാസിക്കുന്നില്ല, അവനെ കുറ്റപ്പെടുത്തുന്നില്ല, ശാന്തമായി സംസാരിക്കുന്നു. കൃഷ്ണൻ പറയുന്നു, അർജുന, നിനക്ക് കർമ്മം ചെയ്യാനുള്ള അവകാശമുണ്ട്, പക്ഷേ കർമ്മഫലത്തിൽ അവകാശമില്ല. ഫലത്തിൽ ആശങ്കയില്ലാതെ അശക്തിയില്ലാതെ ധർമ്മത്തോടെ കർമ്മം ചെയ്യുക. ഒരു കാര്യവും കൂടെ ഭഗവാൻ ഓർമ്മിപ്പിക്കുന്നു, നീ യുദ്ധം ആരംഭിച്ചതല്ല, ഈ സാഹചര്യം നീ സൃഷ്ടിച്ചതല്ല, പക്ഷെ ഇതിൽ നിന്ന് ഒളിച്ചോടുക നിന്റെ ധർമ്മമല്ല. ഫലം നിന്റെ കയ്യിലില്ല, പക്ഷെ നിന്റെ പ്രവൃത്തിയുടെ ശുദ്ധി നിന്റെ കയ്യിലാണ്. സഹോദരങ്ങളെ, ഇന്ന് നമ്മൾ